നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണഗതിക്ക് കാലഹരണപ്പെട്ട വയോവൃദ്ധന്മാർക്ക് സീറ്റ് കൊടുത്ത് അവരെ ജയിപ്പിച്ചെടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇക്കുറി നിരവധി സാധാരണക്കാർക്കും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കുമൊക്കെ സീറ്റ് കൊടുത്തു. നിർബന്ധത്തിന് വഴങ്ങി അവർ കൊടുത്ത കാലഹരണപ്പെട്ട നേതാക്കളെയൊക്കെ ജനം തോൽപ്പിച്ചും വിട്ടു. ഉദാഹരണമാണ് VS ശിവകുമാറും TN പ്രതാപനും PV അൻവറും. ഇത്രയും വലിയൊരു തരംഗമുണ്ടായിട്ടും അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്നത് നിസ്സാര കാര്യമല്ല. ഇവർക്കിടയിൽ മിന്നുന്ന നേട്ടം കൊയ്ത നിരവധി പേരുണ്ട്. അവരിൽ 4 പട്ടിണി പാവങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ 4 പേരിൽ 3 പേരെയും MLA-മാരാക്കിയത് പിണറായിസ്റ്റ് ഭീകരതയാണ്. ഈ 4 പേരും പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നും വളർന്നു വന്നവരാണ്, ചെറുപ്പക്കാരാണ്. അവർ ഈ പ്രായത്തിൽ ഇത്രയും വലിയ പദവിയിൽ എത്തുമെന്ന് അവർ പോലും സ്വപ്നം കണ്ടു കാണില്ല. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദ്യ അപേക്ഷ, നിങ്ങളുടെ ഈ ലാളിത്യവും നിങ്ങളുടെ ഈ ലളിതമായ ജീവിത സാഹചര്യവും നിങ്ങൾ മറക്കരുത്. എക്കാലത്തും നിങ്ങൾ പാവങ്ങൾക്കൊപ്പം നിൽക്കണമെന്നതാണ്. ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് AD തോമസിനെ കുറിച്ചാണ്. AD തോമസ് എന്ന ചെറുപ്പക്കാരനാണ് ഈ നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA. AD തോമസ് ആലപ്പുഴയിലെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിക്കുന്നു. 17ാമത്തെ വയസ്സിൽ വീട്ടിലെ ദാരിദ്ര്യം അകറ്റുന്നതിന് മീൻ പിടിക്കാൻ പോകുന്ന പിതാവിനൊപ്പം പൊന്തുവള്ളത്തിൽ ആഴക്കടലിൽ പോയി മീൻ പിടിക്കാൻ തുടങ്ങിയ ജീവിതമാണ്. പെട്രോൾ പമ്പിൽ പണിയെടുത്തും ട്യൂഷന് പോയും മീൻ പിടിക്കാൻ പോയും ഒക്കെയാണ് തോമസ് ജീവിതം മുമ്പോട്ട് നയിച്ചത്. തോമസും ഒരു സഹോദരനും മാത്രമാണ് മാരാരിക്കുളത്തെ മത്സ്യത്തൊഴിലാളിയായ ഡൊമിനിക് ജാക്സന്റെ മക്കൾ. ആ ദാരിദ്ര്യത്തിനിടയിലും തോമസ് പൊതുപ്രവർത്തനം തെരഞ്ഞെടുക്കുന്നു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ പഠനകാലത്ത് KSUയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. പിന്നീട് KSU ജില്ലാ പ്രസിഡന്റായി മാറുന്നു. പിണറായി വിജയന്റെ നവകേരള യാത്ര ആലപ്പുഴയിലൂടെ കടന്നുപോയപ്പോൾ കരിങ്കൊടി കാണിച്ചതേ ഓർമ്മയുള്ളൂ. പിണറായിയുടെ ഗൺമാനാണ് വലിയൊരു വടിയുമായി ഇറങ്ങി വന്ന് പൊതിരെ തല്ലിയത്. അന്ന് വലിയ തോതിൽ പരിക്കേറ്റു. ഗൺമാനെതിരെ കോടതിയിൽ പോയി. ഗൺമാനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടും ജാമ്യമില്ല വാറണ്ട് വിട്ടിട്ടും ഗൺമാൻ കൂസാക്കിയില്ല. പിണറായി പോലീസിന്റെ ആ പീഡനത്തിന്റെ ഓർമ്മയായി, സ്മാരകമായി തോമസിന് CPM-നെ തോൽപ്പിക്കാൻ സാധ്യതയില്ലാത്ത ആലപ്പുഴ എന്ന സീറ്റ് കൊടുക്കുന്നു. ആലപ്പുഴ എന്നത് CPM-ന്റെ ഒരു കുത്തക സീറ്റാണ്. KC വേണുഗോപാൽ അവിടെ ജയിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും അതൊരു ഇടതു സീറ്റ് തന്നെയാണ്. 2011 16,342 വോട്ടിനാണ് അവിടെ തോമസ് ഐസക് ജയിക്കുന്നത്. 2016 ആയപ്പോഴത്തേക്കും 31,032 വോട്ടായി തോമസ് ഐസക് ഉയർത്തി. 2021 PP ചിത്തരഞ്ജൻ സ്ഥാനാർത്ഥിയായപ്പോൾ 11,644 വോട്ട് ഭൂരിപക്ഷമായി. അവിടെയാണ് ഇളമുറക്കാരനായ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും തോമസ് 21,015 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതും. ഓർക്കണം, ഒരു സാധു മത്സ്യത്തൊഴിലാളി ചെറുക്കൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറാൻ പ്രധാന കാരണം പിണറായിയുടെ പോലീസ് ചവിട്ടി തേച്ചത് തന്നെയാണ്. ബാലുശ്ശേരിയിൽ ജയിച്ച സൂരജിന്റെ കഥയും ഇത് തന്നെയാണ്. 1980 ശേഷം ബാലുശ്ശേരിയിൽ ഒരു UDF സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും പ്രാധാന്യമുള്ള ഒരു ഇടത് സീറ്റാണ് ബാലുശ്ശേരി. 2011 10,000 വോട്ടിന്റെയും 16 15,000 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ ജയിച്ച ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് 2021 മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം 20,000 കടന്നിരുന്നു. ആ ബാലുശ്ശേരിയിലാണ് VT സൂരജ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുക്കൻ, കൂലിപ്പണിക്കാരന്റെ മകൻ, സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നത്. VT സൂരജിനെയും പിണറായിയുടെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. പേരാമ്പ്ര എരവട്ടൂരിലെ കൂലിപ്പണിക്കാരനായ നാരായണന്റെ മകനാണ് സൂരജ്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പോലും നാരായണൻ കൂലിപ്പണിക്ക് പോയിരുന്നു. നാരായണൻ കൂലിപ്പണി എടുത്താൽ മാത്രമേ കുടുംബം മുമ്പോട്ട് പോകൂ. കുടികിടപ്പ് അവകാശമായി കിട്ടിയ 10 സെന്റിൽ നാട്ടുകാരുടെ സഹായത്തോടെ തീർത്ത ചെറിയൊരു വീട്ടിലാണ് ഇവരുടെ താമസം. നാരായണൻ കൂലിപ്പണി എടുത്തു കൊടുത്ത കാശും പാർട്ടി പ്രവർത്തകർ കൊടുത്ത കാശും കൊണ്ടാണ് കെട്ടിവെക്കാനുള്ള കാശ് പോലും സൂരജ് കൊടുത്തത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കൊടുത്ത ആസ്തി വരുമാന സർട്ടിഫിക്കറ്റിൽ പറയുന്നത് ഉപയോഗിക്കുന്ന സ്കൂട്ടർ അടക്കം ആകെയുള്ള ആസ്തിയും വരുമാനവും 25,200 രൂപയാണ്. എന്ന് വെച്ചാൽ 1 രൂപ പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവനാണ് സൂരജ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. സമരങ്ങളിൽ പങ്കെടുത്തതിന് പോലീസ് പലതവണ ആക്രമിച്ചിട്ടുണ്ട്. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. എക്കാലവും പിണറായി ഭരിക്കുമെന്ന് കരുതിയ പോലീസുകാരുടെ ക്രൂരതയ്ക്കിരയായാണ് സൂരജ് സ്ഥാനാർത്ഥിത്വം നേടുന്നതും ഒടുവിൽ വിജയിക്കുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായപ്പോൾ രാജിവെച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതുകൊണ്ടാണ് OJ ജനീഷിന് കൊടുങ്ങല്ലൂർ സീറ്റ് കിട്ടുന്നത്. 2 തവണ മാത്രമാണ് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് പാർട്ടി ജയിച്ചിട്ടുള്ളത്. 1960-ലും 2011-ലും. 2011 ജയിച്ച TN പ്രതാപന് ഇക്കുറി കൊടുങ്ങല്ലൂർ കൊടുത്തെങ്കിലും
ജയസാധ്യത കൂടുതൽ ഉള്ള മണ്ഡലം എന്ന് പറഞ്ഞ് പ്രതാപൻ പോയത് മണലൂരേക്കാണ്. ജയസാധ്യത ആർക്കും കാണാതെ പോയത് കൊണ്ടാണ് OJ ജനീഷിനെ കൊടുങ്ങല്ലൂർ കിട്ടുന്നത്. 2016 സുനിൽകുമാർ 22,791 വോട്ടിനും 21 28,893 വോട്ടിനും ജയിച്ച CPIയുടെ കുത്തക മണ്ഡലത്തിലേക്കാണ് ജനീഷ് വന്നതും അവിടെ 8,308 വോട്ടിന് ജയിച്ചതും. ഓർക്കണം, വിജയസാധ്യതയില്ല എന്ന് പറഞ്ഞ് മണലൂർക്ക് പോയ TN പ്രതാപൻ തോറ്റുപോയി. ഇനി ഒരാളുടെ പേര് കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിക്ക് ഒരേ ഒരു കോട്ടയെ ഉണ്ടായിരുന്നുള്ളൂ, അത് വൈക്കമാണ്. ഏറ്റുമാനൂർ പോലും CPM സീറ്റായി മാറുന്നത് സുരേഷ് കുറുപ്പ് മത്സരിക്കാൻ വന്നപ്പോഴാണ്. എന്നാൽ വൈക്കം അങ്ങനെയല്ല, എക്കാലത്തും ഇടതുമുന്നണിയാണ് ജയിക്കുന്നത്. വൈക്കത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന 57-ലും പിന്നെ 91-ലും മാത്രമാണ് അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചത്. ബാക്കി എല്ലാ മത്സരങ്ങളിലും LDF ആയിരുന്നു. 2001-ലെ UDF കൊടുങ്കാറ്റിൽ പോലും അവിടെ LDF-നായിരുന്നു വിജയം. അവിടെയാണ് ബിനിമോൻ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട ചെറുക്കൻ സ്ഥാനാർത്ഥിയായി വരുന്നതും ജയിക്കുന്നതും. കൊതവറ സെന്റ് സേവിയേഴ്സ് കോളേജിൽ 97-ൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ മുതൽ KSUക്കാരനാണ്. പിന്നീട് ഒരു അവസരം കിട്ടി, സംവരണ മണ്ഡലത്തിൽ നഗരസഭയിലേക്ക് സീറ്റ് കിട്ടി, ജയിച്ചു. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്ക് മൂലം 10 വർഷം ഒരു പദവിയും കൊടുത്തില്ല. പിന്നീട് പഴയ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഇപ്പോൾ അയർലൻഡിൽ താമസിക്കുന്ന ജോർജ് വർഗീസ് ഒരു ജോലി കൊടുത്ത് സംരക്ഷിച്ചു. ഒടുവിൽ ജോർജ് വർഗീസ് തന്നെ ഇടപെട്ട് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. സീറ്റ് കൊടുത്തില്ല, വിമതനായി മത്സരിച്ച് ജയിച്ചു. അങ്ങനെ വീണ്ടും കോൺഗ്രസിലെത്തുന്നു. തലയാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. ഇതിന് തുടർച്ചയായി നഗരസഭയിലേക്ക് സീറ്റ് കിട്ടുന്നു, തോൽക്കുന്നു. പക്ഷേ ബിനുമോന്റെ ജനപ്രീതി വൈക്കത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് VD സതീശൻ സണ്ണി കബീക്കാടുമായി ധാരണയിലെത്തുന്നതും വൈക്കം സീറ്റ് കൊടുക്കാം എന്ന് ഉറപ്പിക്കുന്നതും. സണ്ണി കബീക്കാട് വന്ന് മത്സരിച്ചാൽ തോറ്റുപോകും എന്ന് അവിടുത്തുകാർക്ക് ഉറപ്പായതുകൊണ്ട് അവിടുത്തെ സകല മണ്ഡലം കമ്മിറ്റികളും ഒരുമിച്ച് സതീശന്റെ തീരുമാനത്തിനെതിരെ പ്രമേയം പാസാക്കിയതോടെ സതീശൻ മുങ്ങുന്നു. പകരം ബിനുമോൻ സ്ഥാനാർത്ഥിയാവുന്നു. കേവലം 1360 വോട്ടിനാണ് ജയിച്ചതെങ്കിലും ബിനുമോനിലൂടെ വൈക്കം പിടിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി. അത് പിണറായിയുടെ പോലീസ് തൊഴിച്ചും അടിച്ചും ചവിട്ടിയും MLA-മാരാക്കിയവരാണ് ഈ പാവപ്പെട്ട കൊച്ചുപിള്ളേർ. ഇവർ 4 പേരും വന്ന വഴി മറക്കാതെ ലാളിത്യത്തിൽ അവരുടെ പൊതുപ്രവർത്തനം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.